ഹലോ, നാലാമത്തെ സെമ്മിൻ്റെ നാലാമത്തെ അസൈൻമെൻറ്റാണ് ഇത്. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഈ തേർഡ് സെമ്മ് വരെയും ഞാൻ പെട്ടെന്നെല്ലാം എഴുതി ക്ലിയറാക്കി എല്ലാം പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പറ്റിയത് ഭയങ്കര ഉഴപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എക്സാംസും കാര്യങ്ങളെല്ലാം ഒരുമിച്ചൊക്കെ ആയപ്പം തല മന്ദത അടിച്ച് നടക്കിയിരുന്നു. അപ്പം പിന്നെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മൾ എഴുതാൻ പോണത്. ഇനി 3 സബ്ജക്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ തിരക്കിലാണ്. ഇന്ന് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ നാളെ ആണ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിന് ഫൈൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് സടപടേ എഴുതി സബ്മിറ്റ് ചെയ്യണം. അത് PDF ആക്കാൻ വേണ്ടി ശരത്ത് വന്നിട്ടുണ്ട്. അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്. പിന്നെ അത് സബ്മിറ്റ് ചെയ്ത് PDF ആക്കി അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇപ്രാവശ്യം ആർഷയല്ല സബ്മിറ്റ് ചെയ്യണം, ഞാൻ റഹുവിൻ്റെ തന്നെ ഏൽപ്പിച്ച്. കാരണം റഹുവും റിയയും കൂടി എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ടപ്പനെ എഴുതുമ്പോഴത്തേക്കും ഞാനും കൂടെ എഴുതി അയച്ചു കൊടുക്കും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തോളും. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ്. നിങ്ങൾ വിചാരിക്കും ഈ PDF ആക്കണതും ഈ ഡേറ്റ് ഇടണതും എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൂടെയെന്ന്. പക്ഷേ PDF ആയി അവരെയൊക്കെ പിന്നെ ഇവിടെ ചുമ്മാ ഇരിക്കണേ, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അവരുണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരെയും കൂടെ ഞാൻ ഉൾപ്പെടുത്തണത്. ആർഷയുണ്ട്, അവളെനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട്. പിന്നെ എൻ്റെ PDF ആക്കി ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ചെറുപ്പം മുതൽ ഇതുവരെയും കൂടെ നിൽക്കുന്നത് ആർഷയാണ്. പിന്നെ റിയ, റഹു കോളേജിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നമ്മൾ 3 പേര് എല്ലാത്തിനും, നമ്മൾ എഴുതാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എല്ലാം നമ്മൾ ഒരുമിച്ചാണ്. പിന്നെ അനു ഉണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും എടുക്കാനായിരുന്നെങ്കിലും. പിന്നെ ശരത്തുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ. പിന്നെ എൻ്റെ അനിയനുണ്ട്, അവനാണ് എനിക്ക് ഫസ്റ്റ് ഈ ഫോൺ എടുത്തു തരുന്നത്. iPhone 2 ആണെങ്കിലും വീഡിയോ എടുക്കണതും പോസ്റ്റ് ചെയ്യണതൊന്നും അവന് ഇഷ്ടമില്ലെങ്കിലും, അവനെ ഉൾപ്പെടുത്തണ ഇഷ്ടമില്ലെങ്കിലും അവനാണ് ഈ iPhone വാങ്ങിച്ചു തന്നത്. അപ്പം അവന് ഞാൻ ചെയ്യണത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവൻ വാങ്ങിച്ചു തന്നത് അല്ലേ. അപ്പം അസൈൻമെൻ്റ് എല്ലാം കുത്തിയിരുന്ന് ഞാൻ തന്നെ എഴുതിയത്. കാരണം അസൈൻമെൻ്റ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിൽ വേണം എഴുതാൻ. അത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ ഓൺലൈൻ വഴി നമ്മൾ AI വഴി എടുക്കാനോ ഒന്നും നമുക്ക് കോളേജിൽ അതിൻ്റെ ഒരു അനുവാദവും ഇല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഞാൻ എത്ര ലേറ്റ് ആണെങ്കിലും കുത്തിയിരുന്ന് എഴുതും. അങ്ങനെ ഫൈനലി എല്ലാം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് മന്തി കഴിക്കാൻ പോയി, അതാണ് ഈ ഡ്രസ്സിലിരിക്കുന്നത്. ഒരെണ്ണത്തിൽ 2 എണ്ണം, പിന്നെ ഒരെണ്ണമായിരുന്നു പെൻഡിങ്ങിലുള്ളത്. അങ്ങനെ രാവിലെ തൊട്ടിരുന്ന് എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ 3 എണ്ണം ഫിനിഷാക്കി പകുതിയോളം PDF ആക്കി പിള്ളേർക്ക് അയച്ചു കൊടുത്ത് അത് സബ്മിറ്റ് ചെയ്തോളും. പിന്നെ ഇനി ഇപ്പം എഴുതിയ 2 എണ്ണം കൂടെ PDF ആക്കിയാൽ ഫിനിഷ്. നമുക്ക് എവിടെ വേണോ പറന്ന് നടക്കാം, എക്സാമിൻ്റെ ടൈം ടേബിൾ വരുന്നത് വരെ. അത് കഴിഞ്ഞും പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ PSCയിൽ പോയപ്പം ആതിര, പിന്നെ ഗായത്രി ചേച്ചി, എൻ്റെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എടുത്തു തരുന്നത് എനിക്ക് ഗായത്രി ചേച്ചിയാണ്. പിന്നെ എൻ്റെ PSC രജിസ്റ്റർ വരുന്നതൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കൺഫർമേഷനൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യണത് ഗായത്രി ചേച്ചിയാണ്. എൻ്റെ ഗ്യാങ് ഫുള്ള് നോക്കുകയാണെങ്കിൽ എനിക്ക് 3 വെച്ചാണ്. അങ്ങനെ കോളേജിൽ 3, സ്കൂളിൽ 3, PSCയിൽ 3, ഇവിടെ വീട്ടിൻ്റെ അവിടെ ആണെങ്കിൽ ശരത്തും അനു, അങ്ങനെ കൂട്ടി 3, അങ്ങനെ 3 പേരാണ്. അപ്പം ഇതും കൂടെ PDF ആക്കി കംപ്ലീറ്റ് ആക്കിയാൽ ഫുൾ ഫിനിഷ്. ഇന്ന് വീട്ടുജോലി ചെയ്തിട്ടില്ല, അത് എന്തോന്ന് മുറ്റം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാരണം സമയമില്ല, ഇതിൻ്റെ പിറകെയായിരുന്നു. അപ്പം ഇനി നൊത്തോലി മീൻ ക്ലീൻ ചെയ്യണം, അതിനുള്ളത് അരിഞ്ഞു വയ്ക്കണം, പാത്രങ്ങളെല്ലാം ഇഷ്ടമാതിരി ഉണ്ട്. പിന്നെ ചായ ഇടണം. അപ്പം നമ്മളതിനെ അതിലോട്ട് പോട്ടെ. ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷം ഇങ്ങനെ സംസാരിച്ചൊരു വീഡിയോ ആണെന്നത്. നാലാമത്തെ സെമ്മിൽ ടോട്ടൽ 6 സബ്ജക്റ്റ്. 6 സബ്ജക്റ്റിന് 12 അസൈൻമെൻറ്റാണ്. ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കും എല്ലാം എഴുതി ഫിനിഷാക്കി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് അയച്ചു കൊടുത്ത്. അങ്ങനെ എൻ്റെ ജോലികളെല്ലാം ചെയ്ത് സെറ്റാക്കി അടിപൊളിയാക്കിയിട്ട് ഞാനും കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ റെസ്റ്റില്ലാത്ത ഇതിൻ്റെ ഡേക്ക് ശേഷം ഇപ്പം ഇവിടെ പോകുന്നു. നാളത്തേക്ക് ഹാമ്പർ കൊടുക്കാൻ സാധനം വാങ്ങാൻ പോവുകയാണ്. ഇന്നത്തേത് ഇത്രയാണ്. ബിസി ഷെഡ്യൂളായിരുന്നു ഇന്ന്, ഹെവി. ഇന്ന് കൊണ്ട് സബ്മിറ്റ് അസൈൻമെൻറ്റ് എഴുതാനൊക്കെ ഒത്തിരി സമയമുണ്ടായിരുന്നു, പക്ഷേ എഴുതിയില്ല. എന്തൊക്കെയോ കാര്യം കൊണ്ട് അത് മിസ്സായി പോയി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ടൈം അത് ആവർത്തിക്കാതെ നോക്കണം. പിന്നെ എല്ലാം ഓക്കെയാണ്.
ഇനി ഹാമ്പറിൻ്റെ സാധനമൊക്കെ വാങ്ങാൻ പോകണം. അത്രയേ ഉള്ളൂ.